കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീജയ, പുഷ്പ എന്നിവരാണ് മരിച്ചത്. സഹോദരൻ പ്രമോദിനെ കാണാനില്ല. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. കോഴിക്കോട് തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിലുള്ള ഈ വാടക വീട്ടിലാണ് വയോധികരായ രണ്ട് സ്ത്രീകളെ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടത്. ശ്രീജയ, പുഷ്പലളിത എന്ന പേരുള്ള രണ്ട് സ്ത്രീകളാണ്. 71 68 വയസ്സാണ് ഇവർക്ക്. ഇവരുടെ ഒപ്പം ഇവരുടെ സഹോദരൻ പ്രമോദ് എന്നയാളും ഈ വീട്ടിൽ താമസിച്ചിരുന്നു. 3 വർഷത്തോളമായി ഇവർ വാടക വീട്ടിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് രാവിലെ ഒരു സുഹൃത്തിനെ വിളിച്ച് അറിയിക്കുകയാണ്, ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. സഹോദരൻ 9 മണിയോടുകൂടി വീട്ടിലെത്തിയപ്പോഴാണ് ഒരാളല്ല 2 പേരും, ശ്രീജയും പുഷ്പലളിതയും മരിച്ചിട്ടുണ്ട് എന്ന നിലയിൽ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഏകദേശം ഒരു 5 മണിക്ക് ആകുമ്പം റിലേറ്റീവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പെങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വിളിച്ചിട്ട് നോക്കിയപ്പോൾ അവരെ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടെ വന്ന് അന്വേഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പുള്ളി ഉള്ളിൽ കയറി നോക്കിയപ്പോൾ 2 പെങ്ങന്മാർ 2 റൂമിലായിട്ട് മരിച്ചു കിടക്കുന്നുണ്ട്. സഹോദരൻ മിസ്സിംഗ് ആണ്. 2 മൃതദേഹങ്ങൾ 2 റൂമിലായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഏകദേശം പൊതുദർശനത്തിന് വെച്ച മാതിരി മുഖം മാത്രം മറയ്ക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കാണുമ്പോൾ മൃതദേഹം. ഇപ്പോൾ പോലീസ് എത്തി അവിടെ പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരനെ ഇപ്പോൾ കാണാനില്ല. സഹോദരന് വേണ്ടി അന്വേഷണം നടത്തുകയാണ്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് സഹോദരൻ്റെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അവസാനമായി പോലീസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മരണകാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് ഇവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 3 വർഷത്തോളമായി ഇവരുടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. മൂഴിക്കൽ സ്വദേശികളാണ് ഇവർ. ഈ രോഗികളാണ്. ഈ സഹോദരിമാർ രോഗം ഉൾപ്പെടെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും വളരെ ഞെട്ടലോട് കൂടിയാണ് നാട്ടുകാർ വിവരം അറിഞ്ഞിട്ടുള്ളത്. ഇവർ വളരെ സൗഹൃദത്തിലും വളരെ അടുത്ത ബന്ധത്തിലുള്ള ആളുകളായിരുന്നു, സഹോദരികളായിരുന്നു എന്നുള്ള വിവരം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.